കൊച്ചി കോർപ്പറേഷനിൽ UDF-ൽ സീറ്റ് ധാരണയായി 64 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും. മുസ്ലിം ലീഗ് 7 സീറ്റുകളിലും കേരള കോൺഗ്രസ് 3-ലും CMPയും RSPയും ഓരോ സീറ്റുകളിലും മത്സരിക്കും. 24 എക്സ്ക്ലൂസീവ്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. റാഫി, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് സീറ്റ് ധാരണ? ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന നിലയിലാണ് കൊച്ചി കോർപ്പറേഷനിലെ UDF-ന്റെ ഒരു അവസ്ഥ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് UDF-ൽ സീറ്റ് സംബന്ധിച്ചൊരു ധാരണയായിരിക്കുന്നു എന്നുള്ളത്. 76 സീറ്റുകളിൽ 64 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ 7ഇടത്താണ് ലീഗ് മത്സരിക്കുക. കഴിഞ്ഞ തവണയും 7 തന്നെ ലീഗ് മത്സരിച്ചിരുന്നു. ഇത്തവണ അതേ 7 സീറ്റിൽ തന്നെ ലീഗ് സമ്മതം മൂളുകയായിരുന്നു. ഒപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 3 സീറ്റിലും CMPയും RSPയും ഓരോ സീറ്റുകളിലും മത്സരിക്കും. അങ്ങനെ 76 സീറ്റുകളിലേക്കും ഇതിനോടകം തന്നെ സീറ്റ് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും പാർട്ടിയിൽ ധാരണകളായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ, അതായത് 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് നേരിട്ടാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനാണ് മറ്റു ചുമതലകളുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ഒറ്റക്കെട്ടായി മറ്റു തർക്കങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് UDF-ൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ CPM-ന്റെ കയ്യിലാണ്, LDF-ന്റെ കയ്യിലാണ് കൊച്ചി കോർപ്പറേഷന്റെ ഭരണമുള്ളത്. 40 സീറ്റോളം ജയിച്ചാണ് LDF ഭരണം പിടിച്ചത്. എന്തായാലും ഈ ഒരു തുടർ ഭരണത്തിന് LDF ഒരുങ്ങുമ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ നേരത്തെ തന്നെ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്തു തീർത്ത് മറ്റ് തർക്കങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.